അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ കരച്ചിലും പിഴിച്ചിലുമാണ്. കാര്യം മറ്റൊന്നുമല്ല. അതെ, എൻ്റെ നവാസ് എവിടെ നിന്നാവും? എൻ്റെ ഷമ്മാസേ, ഈ എന്തിനാണ് എന്നോട് ഈ മറച്ചു വെക്കണത്? എൻ്റെ കുട്ടി എവിടെ? എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എൻ്റെ കുട്ടീനെ ഒന്ന് കാണിച്ചു കൊണ്ടടാ എനിക്ക്. ശരിക്കും ഐഷുമ്മ വല്ലാതെ കരയുന്നുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എങ്കിലും ഷമ്മാസ് ചെറിയൊരു ഐഡിയ പ്രയോഗിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഇനിയും ആ മാതാവിനെ എന്തിന് ഞാൻ വിഷമിപ്പിക്കണം എന്ന് തോന്നി അവൻക്ക്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് വല്ലാതെ നീറിപ്പുകഞ്ഞു. പഠിച്ചോനെ, എൻ്റെ ഉമ്മയോട് ഞാൻ എത്രയെന്ന് വിചാരിച്ച് കളവ് പറയും? ഒരു കളവ് പറഞ്ഞാൽ 10 കളവ് പറയണമെന്നാണല്ലോ. എന്നാൽ വീണ്ടും വീണ്ടും ഉമ്മ ചോദിക്കുന്നു, ഉമ്മാൻ്റെ കുട്ടിയെ, എൻ്റെ മോനെവിടെ? എൻ്റെ നവാസോടെ ഒന്ന് കാണിച്ചു തന്നാലടാ. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതൊന്ന് പറഞ്ഞാൽ, ഇജ്ജ് എന്തെന്നോട് മറച്ചു വെക്കണ്? എന്നാൽ ഷമ്മാസിന് ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. എത്രയെന്ന് വിചാരിച്ച് കളവ് പറയും? ഒരു പക്ഷേ ജയിലിലാണെന്നറിഞ്ഞാൽ എൻ്റെ ഉമ്മ ആകപ്പാടെ ടെൻഷനാവും. ഒരിക്കൽ പോലും ടെൻഷനാവരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. പടച്ച റബ്ബേ, എന്താ ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. എന്നാലും നജീബ് സാർ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കൂലല്ലോ. എന്നാൽ ഈ സമയം അതാ പിറ്റേന്ന് തന്നെ രാഹുൽ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഭാര്യ ചോദിച്ചു, ഏട്ടാ എന്തിത്ര പെട്ടെന്ന് തന്നെ പോകുന്നത്? എന്നോട് പറഞ്ഞതല്ലേ ഒരാഴ്ച ലീവ് ഉണ്ടെന്ന്? മോളെ രേഖേ, നീ എന്നോട് ക്ഷമിക്കണം. അത് ഒരാഴ്ച ലീവ് എടുത്ത് ഞാൻ വന്നു തന്നെയാണ്. അല്ല ഏട്ടാ, നിങ്ങൾ 1 മാസം 2 മാസമൊക്കെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ. അപ്പോൾ ഒരാഴ്ച ലീവ് കിട്ടിയപ്പോഴും എന്താ നിൽക്കാൻ ഒഴിവില്ലേ? രേഖേ, നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. വൈകാതെ ഞാൻ തിരിച്ചു വരും. ഇതൊരു അത്യാവശ്യ കാര്യമാണ്. അതായത് ഒരാളുടെ ജീവിത പ്രശ്നമാണ്. എന്ത് പറയുന്നത്? എന്ത് പ്രശ്നം? അത് നിരപരാധിയായ ഒരാൾ ജയിലിലുണ്ട്. പക്ഷേ വീട്ടിലെ ഉമ്മയും ഭാര്യയും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരാകെ ടെൻഷനിലാണ്. അപ്പോൾ തൽക്കാലം എനിക്കൊരു കോള് ചെയ്യാൻ വേണ്ടി സഹായിക്കാനാണ്. അല്ല, കുറ്റവാളികൾക്ക് ഫോണൊക്കെ കൊടുക്കാൻ പറ്റുമോ? എന്താ ഏട്ടൻ നിങ്ങളീ പറയുന്നത്? വേണ്ടാത്ത കുറ്റമൊന്നും ഏൽക്കണ്ട കേട്ടോ. രേഖേ, നീ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ. അത് അത്യാവശ്യം ഒരു കാര്യമാണ്. നമ്മളോടൊരാൾ ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ പിന്നെ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആരാവശ്യപ്പെട്ടത്? അത് നജീബ് സാറാണ്. ഓ, അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്താണെന്നവല്? കുഞ്ഞുങ്ങളൊക്കെ ആയോ? അതൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചില്ല. എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏട്ടാ, നിങ്ങൾ പോവുക? സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക? ഞാൻ എൻ്റെ കാര്യം സെറ്റാക്കിയിട്ട് പെട്ടെന്ന് വരും. ഓ, എന്നാലും നിങ്ങൾ കുറച്ച് ദിവസം കൂടെ സാരല്ല രേഖേ, ഞാൻ പോയിട്ട് വരാം. നമ്മളുടെ സുഖവും സന്തോഷം മാത്രമല്ലല്ലോ. ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ദൈവത്തിൻ്റെ ഹെൽപ്പ് ഉണ്ടാവുള്ളൂ. ഏട്ടാ, എന്ന് പോയിട്ട് വരി. അങ്ങനെ ഏതാ അവിടെ നിന്ന് രാഹുൽ ഇറങ്ങുന്നു. വിവാഹം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല, 6 മാസം. എന്നാൽ അതിനിടയിൽ 3-4 മാസം ജയിലിൽ തന്നെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ഈ ഒരാഴ്ച, അത് മാത്രമായിരുന്നു രേഖയുടെയും രാഹുലിൻ്റെയും ആകെയുള്ള ജീവിതം. സത്യം പറഞ്ഞാൽ എപ്പോഴും ക്വാർട്ടേഴ്സ് എടുത്ത് അവിടേക്ക് താമസം മാറണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനും ഉള്ളത് കാരണം അതൊരിക്കൽ പോലും നടക്കില്ല എന്ന് കരുതി രേഖയെ ഇവിടെ തന്നെ നിർത്തും. എന്നാലും പ്രിയതമൻ്റെ ആ ഒരു പോക്ക് അതവൾക്ക് വല്ലാത്ത വിഷമായി. എന്നാൽ മോനെ രാഹുൽ, അമ്മയുടെ കുട്ടി പോവുകയാണോ? അമ്മയുടെ കുട്ടി എന്താ? അമ്മയുടെ കുട്ടീനെ കാണാൻ പോലും ഇപ്പോൾ കിട്ടിയില്ലല്ലോ. എന്താ ഇത്ര പെട്ടെന്ന് പോയത്? അമ്മ, ഞാൻ തിരിച്ചു വരും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. മോനെ, എന്നാൽ എൻ്റെ കുട്ടി പോയിക്കോളൂ. എൻ്റെ മോനെ ഒന്നും വിചാരിക്കേണ്ട. എന്നാൽ ആ പ്രായമായ പിതാവും, മോനെ രാഹുൽ, അപ്പൻ്റെ കുട്ടി പോവുകയാണോ? അതെ പപ്പാ, ഞാൻ പോട്ടെ കേട്ടോ, ഞാൻ തിരിച്ചു വരും. അവരോടെല്ലാം അനുഗ്രഹം വാങ്ങി അതാ രേഖയെയും വിട്ട് പോരുമ്പോൾ ഒരു നിമിഷം രേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഒരുമിച്ച് ജീവിക്കാൻ പോലും ശരിക്ക് ദിവസങ്ങൾ കിട്ടുന്നില്ല ജോലി കാരണം. എന്തൊക്കെ തന്നെയായാലും അവൾ തൻ്റെ പ്രിയപ്പെട്ടവൻ പോകുന്നത് നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
അവൾ ബെഡ്റൂമിലേക്ക് കയറി പൊട്ടിക്കരഞ്ഞു. അതെ, തൻ്റെ പ്രിയപ്പെട്ടവൻ അഴിച്ചു വെച്ച ആ ഒരു ഷർട്ട് അവൾ മുഖത്തോട് ചേർത്ത് വിതുമ്പിക്കരഞ്ഞു. ഏട്ടാ, ഇനി എന്ന് കാണും നമ്മൾ? ഏട്ടൻ ഇവിടെ ഉണ്ടാകും, ഇവിടെ സ്വർഗമാണ്. പക്ഷെ 2 ദിവസം മാത്രമാണ് ആയത്. ഇനി എന്നായിരിക്കും വരിക? അവൾ വല്ലാതെ അവളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്കും അച്ഛനും ആകെയുള്ള ഒരേ ഒരു മകനാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവൻ പോയപ്പോൾ അവർക്കും വിഷമമായി. മോളെ, നീ കരയല്ലേ, അമ്മ വന്നു, അവൻ വന്നോളും, മോൻ വിഷമിക്കല്ലേ മോള്. കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലല്ലേ എൻ്റെ മോന് പോയത്. അത് സാരമില്ല കേട്ടോ, എല്ലാം ശരിയായിക്കോളും. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ അവൾ മനം നൊന്ത് കരഞ്ഞു. എന്നാൽ ഈ സമയം രാഹുൽ, അതെ, എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എന്നെ ഹെൽപ്പ് ചെയ്തതായിരുന്നു ഒരിക്കൽ നജീബ് പോലീസ്. അവർക്ക് തീർച്ചയായും ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കൽ അത്യാവശ്യം തന്നെയാണ്. ആ നിമിഷം തന്നെ അതാ അവൻ ട്രെയിൻ കയറി യാത്ര തിരിച്ചു. അങ്ങനെയതാ സെൻട്രൽ ജയിലിലേക്ക് അയാൾ എത്തുന്നു. ഒരു നിമിഷം നജീബ് സാറെ വിളിച്ചു. ഹലോ നജീബ് സാർ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ, ഇത്ര പെട്ടെന്ന് എത്തിയോ? അപ്പോൾ നീയല്ലേ പറഞ്ഞ് മറ്റന്നാളെന്ന്? നീ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ, ഇനി ആരെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പാകുന്നതല്ലേ ഏറ്റവും നല്ലത്. ഓക്കേടാ, താങ്ക്സ് മുത്തേ. സത്യം പറഞ്ഞ നജീബ് സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാര്യം മറ്റൊന്നുമല്ല, തനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരു കൂട്ടുകാരനുണ്ടല്ലോ എന്നോർത്തിട്ട്. രാഹുൽ, ബുദ്ധിമുട്ടായടാ. നീ 2 ദിവസം മുമ്പാണ് അവിടെ പോയതെന്ന് അറിഞ്ഞു. അത് സാരല്ലടാ, 2 മാസം ഞാൻ ജയിലിൽ തന്നെയായിരുന്നു. അവിടെയായിരുന്നു ഡ്യൂട്ടി. പിന്നെ 4 ദിവസം ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. സാരല്ല. എന്നാലും അങ്ങനെ അതാ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹം കടന്നു. ആ നിമിഷവും ഒരു നിമിഷം അവൻ പേര് ചോദിച്ച് വിളിച്ചിരുന്നു. നവാസ് എന്നാണ് പേര്. ഓക്കെ. അങ്ങനെ നവാസിൻ്റെ അടുത്തേക്ക് അവൻ പോയി. ശരിക്കും എല്ലാവരേക്കാളും ഒന്നുകൂടി തടവ് അനുഭവിക്കുന്നതായിട്ട് തോന്നി അവൻക്ക്. എന്നാൽ അവൻ പറഞ്ഞ അടയാളവും കാര്യങ്ങളും എല്ലാം വെച്ച് ആ ഫോട്ടോ വെച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് നവാസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നവാസ് ആണെങ്കിൽ ജയിലിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്, എന്തൊക്കെയോ. എന്നാൽ പതുക്കെ ആ സെല്ലിൽ തട്ടി വിളിക്കുന്നു. നവാസ്. ഒരു നിമിഷം തൻ്റെ പേര് ആരോ വിളിക്കുന്നത് കേട്ടപ്പോൾ അവൻ ഞെട്ടി തല ഉയർത്തി നോക്കി. സർ. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. സർ, ബഹുമാന പുരസ്കാരം. നവാസ്, പിന്നെ എന്താ, ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എന്നാൽ പെട്ടെന്ന് ആ പ്രായമായ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അതെ, ഓന് ഫുഡൊന്നും വല്ലാതെ കഴിക്കണില്ല. ഓൻ്റെ ചിന്തകളെ, ഓന് നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു. നിരപരാധികൾ അങ്ങനെ പലരും ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതൊന്നും ശരിയാവണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവനെ കളിയാക്കിയിരുന്നു. മട്ടും പാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, 1 മിനിറ്റ്. ഞാൻ പോവുക. ആയിക്കോട്ടെ. ആ പ്രായമായ ആ ഉപ്പ അതുവഴി അങ്ങ് പോയി അപ്പുറത്തേക്ക് സെല്ലിലേക്ക്. ഇതാ, അത് നിങ്ങൾക്ക് ഉമ്മയുടെ നമ്പർ അറിയോ? അറിയാം. നിങ്ങൾ ഉമ്മയോടൊന്ന് സംസാരിക്കുമോ? ഓക്കെ സർ. പക്ഷേ നിങ്ങൾ ജയിലിലാണെന്നുള്ള കാര്യം വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വല്ലാത്തൊരു ഷോക്കാവുമെന്ന് കരുതിയിട്ട് അതൊരിക്കലും പറഞ്ഞിട്ടില്ല. എന്താ വേണ്ടത്? നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അത് ഒരിക്കൽ പോലും ഓപ്പണായി പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ അതിന് ഒരു എന്താ പറയുക, വേറെ രീതിയിൽ മാറ്റി പറയാൻ പറ്റും. എന്തായിരുന്നു പറഞ്ഞത് എന്നത്, ടൂറ് പോയതോ അങ്ങനെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് അതുപോലെ സംസാരിക്കുമോ? ഓക്കെ. ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടി അവൻ നമ്പർ ഡയൽ ചെയ്തു. ഒരു നിമിഷം അവന് നിയന്ത്രണം വിട്ടുപോയി. സാറേ, എനിക്ക് കഴിയുന്നില്ലല്ലോ, എനിക്ക് കരയാതെ എങ്ങനെ പറയാൻ കഴിയും? നവാസ്, റിലാക്സ്. അതായത് നിൻ്റെ ഉമ്മാക്ക് നിൻ്റെ ശബ്ദം കേട്ടാൽ ഒരു പക്ഷേ സന്തോഷമാവുമെങ്കിൽ നീ സന്തോഷത്തോടു കൂടി സംസാരിക്കണം. അതല്ല, നിനക്കതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നെ വരാം. എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. സർ, ഞാൻ എനിക്ക് നീ ഒന്നും വിഷമിക്കണ്ട. ഫോൺ വിളിച്ചോ, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാം. എന്നാൽ നവാസ് ആ ഫോൺ കയ്യിൽ വാങ്ങി കരയുകയായിരുന്നു. ഉമ്മ,
എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ നിങ്ങൾ അവൻക്ക് എങ്ങനെ വിളിക്കണം പറയണമെന്ന് അറിയുന്നില്ല. ഒരു നിമിഷം അവൻ ഉമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ എൻഗേജിലാണ്. എന്നാൽ മറുതലക്കൽ അതാ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, ഓരോ ഫോൺ വരുമ്പോഴും ആകാംക്ഷയോടെ ഉമ്മ എടുത്തു നോക്കുകയാണ്. എന്നാൽ നുസിയായിരുന്നു അത് കണ്ടത്. നുസിയെ, ഉമ്മാൻ്റെ ഫോൺ അടിക്കണ്ട നോക്കടി. ഉമ്മ, ഇത് അറിയാത്ത നമ്പറിൽ നിന്നാണല്ലോ, എടുത്തു നോക്ക് മോളെ. ഹലോ, ഉമ്മ എവിടെ? ശരിക്കും നവാസ്കയുടെ ശബ്ദം പോലെ തോന്നി അവൾക്ക്. ഉമ്മ, ഉമ്മ, നവാസ്ക വിളിക്കുന്നു. ഉമ്മ, അല്ലാ, എൻ്റെ കുട്ടിയോ, പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇതെവിടെ? ആ നിമിഷം തന്നെ അതാ ഉമ്മ ഫോൺ വാങ്ങുന്നു. ഹലോ മോനെ, ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഒന്ന് പറഞ്ഞാളി. ഉമ്മ, ഞാനിവിടെയുണ്ട്. എൻ്റെ കുട്ടി എന്നും മുണ്ടാതെയും പറയാതെയും ടൂറ് പോവേ. എന്തിയേ അങ്ങനെ പോയത് ഉമ്മാൻ്റെ കുട്ടി? എൻ്റെ കുട്ടി അവിടെ ജീവനോടുണ്ടോ? എവിടെയായാലും ജീവനോടുണ്ടല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഉമ്മാൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഉമ്മ കരയില്ലേ, നിങ്ങൾ കരയില്ലേ ഉമ്മ? എന്തെൻ്റെ കുട്ടി, എവിടെ എൻ്റെ കുട്ടി? ഷാമോൻ പറഞ്ഞ് ടൂറ് പോയതാണെന്ന് എൻ്റെ കുട്ടി വിളിക്കണമെന്നില്ല, ഫോണും സ്വിച്ച് ഓഫ്. ഉമ്മ, ഞാൻ പറ കുട്ടിയെ, എവിടെ എൻ്റെ കുട്ടി? ഉമ്മ, ഞാൻ അതെ, അപ്പോൾ രാഹുൽ സാർ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അതെ, വർക്കിന് വേണ്ടിയിട്ടോ ടൂറോ? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനുമ്മ കുറച്ച് ലോങ് വന്നതാണ്. ചിലപ്പോൾ കുറച്ച് ദിവസം പിടിക്കും. മോനെ, എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോകാൻ നാളെ. ബിസിനസ് എന്താ എൻ്റെ കുട്ടിക്ക് ഇല്ലായിട്ടോ? എൻ്റെ പൊന്നും മോനെ, ബിസിനസ് എന്താ ഇല്ലായുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ പൊന്നും മോനെ, ബിസിനസ് എന്തൊക്കെ എമ്പാടുള്ളതല്ലേ. ഉമ്മാൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് പോന്നാളി. എവിടെ എൻ്റെ കുട്ടി പോയി നിൽക്കണ്? ഉമ്മാൻ്റെ പൊന്നു മോനല്ലേ. ശരിക്കും കരഞ്ഞുകൊണ്ട് അതാ ഉമ്മ വിളിക്കുകയാണ്. ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളി. എൻ്റെ കുട്ടി എവിടെ? ബിസിനസ്സിന് വേണ്ടി എവിടുക്കാ എൻ്റെ കുട്ടി പോയിക്കണ്? ഉമ്മ, ഞാൻ തിരിച്ചു വരാം വൈകാതെ കേട്ടോ. എന്നാൽ ഈ സമയം ഉമ്മയുടെ കണ്ണീർ നിൽക്കുന്നില്ല. ഒരു വീഡിയോ കോൾ ചെയ്താണ് ഉമ്മാൻ്റെ കുട്ടീനെ മോറൊന്ന് കാണട്ടെ, ഞാൻ ആ കണ്ണും മോറൊന്ന് കാണട്ടെ. ശരിക്കും നവാസ് ഞെട്ടിപ്പോയി. അതെ, ഉമ്മ ആവശ്യപ്പെടുന്നു വീഡിയോ കോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതെ, തൻ്റെ പുറകിലും തൻ്റെ മുന്നിലായി നിൽക്കുന്ന ആ ഒരു ജയിലിൻ്റെ സെല്ലുകൾ, ആ കമ്പികൾ, ആ വലിയ താഴുകൾ, അതെല്ലാം കാണുമ്പോൾ എൻ്റെ ഉമ്മ മനസ്സിലാക്കും, അത് തീർച്ചയായും അത് ഞാൻ തന്നെയാണ്, ഞാൻ ജയിലിലാണ് എന്നുള്ളത്. ഉമ്മ, അത് ഇവിടെ നെറ്റ്വർക്ക്. എന്നാൽ ആ നിമിഷം തന്നെ അതാ രാഹുൽ അങ്ങോട്ട് വന്നു. അവൻ ആംഗ്യം കാണിച്ചു. നോ വീഡിയോ കോൾ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു. ആ നിമിഷം അവനക്ക് തോന്നി, അല്ലെങ്കിലും ഇത് തന്നെ സാറിൻ്റെ ഒരു സമാധാനത്തിന് വിളിക്കാൻ തന്നതായിരിക്കും. എന്നാൽ ഓക്കെ സ്റ്റോപ്പ് എന്ന് അവൻ ആംഗ്യം കാണിച്ചു. ഉമ്മ, ഞാൻ വയ്ക്കട്ടെ കേട്ടോ, പിന്നെ വിളിക്കുക. ഉമ്മാൻ്റെ കുട്ടി എന്നും 2 നേരം വിളിച്ചുകൊണ്ടിട്ടാ വരുന്നില്ലെങ്കിൽ. ശരിക്കും കരഞ്ഞുകൊണ്ട് ഐഷുമ്മ അത് പറയുന്നു. എന്നാലും സമാധാനം റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചിൻ്റെ കുട്ടി ജീവനോടല്ലേ എന്ന് റബ്ബേ. ഉമ്മ വളരെയധികം സങ്കടപ്പെടുകയായിരുന്നു. ഉമ്മ, എന്നാൽ ഞാൻ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കട്ടോ? ആയിക്കോട്ടെ മോനെ, ഉമ്മാൻ്റെ കുട്ടി വേഗം വരിട്ടാ. ഉമ്മാൻ്റെ കുട്ടി അറിഞ്ഞില്ലേ അതൊക്കെ? എന്തുമ്മ? അല്ലേ എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ ഫസിയിൽ ഗർഭിണിയാണേ, അതിൻ്റെ കുട്ടി അറിഞ്ഞില്ലേ? എന്നാൽ അത് കേട്ടപ്പോൾ അതാ നവാസ് പൊട്ടി കരഞ്ഞു, വിതുമ്പി കരഞ്ഞു. പാവം, ആ ടെസ്റ്റ് ചെയ്യാനുള്ള കാർഡ് വരെ ഞാൻ കൊണ്ടുപോയി കൊടുത്തതാണ് അവൾക്ക്. പക്ഷേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പോലും എനിക്കവിടെ സ്ഥാനമുണ്ടായില്ല. അപ്പോഴേക്കും ഞാൻ ശിക്ഷിക്കപ്പെടുകയായിരുന്നു. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? ഉമ്മ, അതൊക്കെ അറിയാൻ ഞാൻ വരുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഉമ്മക്ക് എന്താ കൊണ്ടുവരേണ്ടത്? എൻ്റെ പൊന്നാര മോനെ, എനിക്കൊന്നും വേണ്ട. എൻ്റെ മുഖം എനിക്കൊന്ന് കണ്ടു കിട്ടിയാൽ മതി. എനിക്കൊന്നും വേണ്ട. എന്താ അപ്പം മാണ്ടിയത്? എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഒന്നും വേണ്ട, എന്നൊന്ന് കണ്ടു കിട്ടിയാൽ മതി. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാളി. എന്നാലും ഉമ്മ, എൻ്റെ ഉമ്മക്ക് എന്താ വേണ്ടത്? ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തു വരുമ്പോൾ എൻ്റെ പൊന്നാര കുട്ടി എന്ത് ബിസിനസ്? ഇനിയിപ്പോൾ ഗൾഫിൽ ബിസിനസ്, എല്ലായിടത്തും എനിക്ക് ബിസിനസ് തന്നെ. ഇനിയിപ്പോൾ ആ ബിസിനസ്സും കൂടി വേണോ? ഇജിപ്പോൾ എവിടെയാണ്? ഉമ്മ, ഞാനിപ്പോൾ മുംബൈയിലായിരുന്നു ഇപ്പോൾ. എന്നാൽ ഉമ്മയോട് അങ്ങനെ ഒരു കളവ് പറയേണ്ടി വന്നു. അതെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ വിഷമിക്കും എന്ന് നന്നായി അറിയാമായിരുന്നു.
അവൻക്ക്. പൊന്നാരൻ്റെ നവാസേ, ഉമ്മാൻ്റെ കുട്ടി ദുബായും അബുദാബിയും ഖത്തറും ജിദ്ദയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മുംബൈയിലും എത്തിയോ? ബിസിനസ്സിന് വേണ്ടി. ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ വരണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എന്നാലും സമാധാനമായിട്ടോ. ഉമ്മാൻ്റെ കുട്ടി വിളിച്ചല്ലോ, അത് മതി. ഫസീല കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നീനേ. ഉമ്മ എന്താ സൗദൻ്റെ വർത്താനം എന്താ? എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്നും പറയണ്ട, ഓളെ കാര്യം ചിന്തിക്കണ്ട. ഒക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒന്നും വെച്ച് നോക്കണ്ട കേട്ടാ. ഉമ്മാൻ്റെ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം വരാൻ നോക്കി. ഉമ്മ കാത്തുക്കുണ്ട് കേട്ടോ ഇവിടെ. ആയിക്കോട്ടെ ഉമ്മ, അസ്സലാമു അലൈക്കും. എന്നാൽ അതാ നവാസ് ഫോൺ കട്ട് ചെയ്ത് വിതുമ്പി കരയുകയായിരുന്നു. രാഹുൽ അത് നോക്കി നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം അവൻ്റെ വീട്ടുകാരെ ഓർത്തു. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എത്രമാത്രം വിഷമിക്കും, അതുപോലെ തന്നെയല്ലേ. എന്നാൽ അതാ നവാസ് വിതുമ്പി കരയുകയായിരുന്നു. ആ ജയിലിൽ നിന്ന് അവൻ പൊട്ടി കരയുമ്പോൾ രാഹുൽ ആ അഴികൾക്കിടയിലൂടെ അവൻ്റെ കൈകൾ പതുക്കെ പിടിച്ചു. നവാസ് വിഷമിക്കണ്ട, നിരപരാധിത്വം തെളിയട്ടെ പെട്ടെന്ന്. കാരണം എത്രയോ നിരപരാധികളാണ് ഇതിനകത്തുള്ളത്. എത്രയൊക്കെ തന്നെ തെളിവുണ്ടായിട്ടും ചില നിയമങ്ങൾ അങ്ങനെയായിരിക്കും, കോടതി വിധിക്കുന്നതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ, പ്രയാസപ്പെടല്ലേ. നിനക്ക് വേണ്ടതെല്ലാം പെട്ടെന്ന് റെഡിയാകും. ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നീ ഒന്നും വിഷമിക്കല്ലേ കേട്ടോ, ഒന്നും പ്രയാസപ്പെടല്ലേ ഒന്നുകൊണ്ടും. പിന്നെ നവാസ്, ഇനി ആർക്കാ വിളിക്കാനുള്ളത്? പിന്നെ ഇത് ഞാൻ കൂടുതലായിട്ട് നിനക്ക് ഫോൺ ചെയ്യുന്നതും വിളിപ്പിക്കുന്നതും ഇവിടെ ആരും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണം വിളിക്കണമെന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരാണിതൊക്കെ. ഇതൊരിക്കലും അലൗഡല്ല. പക്ഷേ എനിക്ക് ഒരു ഫോൺ കോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതിനു വേണ്ടി നിൽക്കുന്നത്. വൈഫിനെ വിളിക്കണ്ടേ? രാഹുലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ നിസ്സഹായനായി ആ പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി. കണ്ണുകൾ നിറച്ചുകൊണ്ട് നവാസ് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്. അതെ, പടച്ചോൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും. അത്രക്കും അതൊന്നും സാരല്ല. അതൊക്കെ അല്ല, വൈഫിനെ നമ്പർ കൂടി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് മാറാമായിരുന്നു. അതായത് ഈ ഒരു സെക്ഷൻ, ഞാൻ നിൽക്കുന്ന സെക്ഷനല്ല, എനിക്കിവിടെ അല്ല അന്ന് ഡ്യൂട്ടി ഉള്ളത്. പക്ഷെ നിന്നെ കാണുവാൻ വേണ്ടി, സംസാരിക്കുവാൻ വേണ്ടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ നവാസിന് വീണ്ടും ഫോൺ നൽകി. അപ്പോൾ തന്നെ ഫസീലയുടെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നുണ്ട്. ഉമ്മച്ചി ഫോണ്. ആരാ മോളെ ഫോണ് വിളിക്കാൻ? ഫസീലയും കരഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ പൊന്നുമോൾ ഫോൺ എടുത്തു. ഹലോ. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ, മോളെ. ഉപ്പച്ചി, ഉമ്മച്ചി, ഉപ്പച്ചി, മോളെ. ഉപ്പ എവിടെ ഉപ്പ? ഞങ്ങൾ കൊണ്ടാകാതെ എങ്ങോട്ട് പോയതുപ്പ? പ്ലീസ് ഉപ്പ, എന്തുപ്പച്ചി വരാത്തത്? ഉമ്മച്ചി എന്നും കരയാറുണ്ട്, വാവ എന്നും കരയാറുണ്ട്. എവിടെയാണ് ഉപ്പച്ചി? എവിടെ? പ്ലീസ് ഉപ്പ പ്ലീസ്, എൻ്റെ ഉപ്പ എവിടെ? കരഞ്ഞുകൊണ്ട് അവൾ വിളിക്കുന്നത് ഫസീല കേട്ടു. മോളെ, ഉമ്മച്ചി, ഇത് ഉപ്പച്ചി. എന്നാൽ ഫസീല ഫോൺ വാങ്ങി. ഹലോ ഇക്ക. അതെ മോളെ, ഇക്ക നിങ്ങൾ എവിടെക്ക? നിങ്ങളെന്ത് വിളിച്ചിട്ടെടുക്കാത്തത്? ഫോൺ എന്ത് സ്വിച്ച് ഓഫ് ഇക്ക? പ്ലീസ് ഇക്ക, നിങ്ങളെവിടെ? ഫസി, ഞാനിവിടെ ഉണ്ട്. എവിടെ? നിങ്ങളെന്ത് എവിടെ പോയതാ? നിങ്ങളെ ഒന്നും മിണ്ടും പറയും ചെയ്യാതെ. ഞാൻ ഒരു ബിസിനസ്സിൻ്റെ. എന്ത് ബിസിനസ് ഇക്ക? നിങ്ങൾക്ക് വന്നുകൂടങ്ങട്ട്. ഗൾഫിലൊക്കെ ബിസിനസ് അല്ലേ, ഇനിയും ഇവിടെ ബിസിനസ്? എന്ത് ബിസിനസ്സാ? നിക്കറിയല്ലേ? പിന്നെ ഞാൻ ആ സന്തോഷ വാർത്ത, അതെ ഇക്ക, നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നുണ്ട്. അതെ, എൻ്റെ ഇക്ക വീണ്ടും പിതാവാകാൻ പോകുന്നു. ശരിക്കും അവൾ വയറിൽ കൈവച്ചുകൊണ്ട് അത് പറയുമ്പോൾ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. എന്നാൽ നവാസ് വിങ്ങിപ്പൊട്ടി. മോളെ ഫസി, സാരല്ല, ഞാൻ വരും കേട്ടോ. ഇക്ക എന്താ വിതുമ്പുന്നത്? ഇക്കാക്ക് എന്താ പറ്റിയത്? ഇക്ക എവിടെയാണ്? ഞങ്ങൾ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോയത്? ഞാനിവിടെ ഉണ്ടേ, ഞാൻ വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. വൈകാതെ വരും. ഇനിയിപ്പോൾ ലേറ്റായാലും കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് നേരെ അങ്ങ് ഗൾഫിലേക്ക് പോകും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട്. ഇക്ക എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരില്ലേ?
വരാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് പോകും. മോളെ, നമ്മുടെ ബിസിനസ് വലിയതല്ലേ, അതിങ്ങനെ വളർന്നു വരല്ലേ, അപ്പം പിന്നെ അതിന് മുൻകൈ എടുക്കൽ നാമല്ലേ, അല്ലാതെ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ കേട്ടോ. തീർച്ചയായും ഞാൻ വന്നിരിക്കും. നിങ്ങളില്ലായിട്ട് കുട്ടികളൊക്കെ കരയാണ്. കുഞ്ഞിനോട് ചോദിച്ചിട്ട് ഓനൊന്നും കാര്യമായിട്ട് മിണ്ടുന്നില്ല, ഷാമോനോട് ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. ശരിക്കും ഞാൻ പേടിച്ച് പോയിക്ക. എനിക്ക് സമാധാനമില്ലായിരുന്നു നിൽക്ക. ഫസി, നീക്കറിയില്ലേ സൗദിയുടെ കാര്യം, അവൾ അവിടെയാണ്. അവളെ കാര്യത്തിലൊക്കെ എനിക്ക് വിഷമമുണ്ട്, കുഞ്ഞിൻ്റെ കാര്യത്തിലും. നിങ്ങൾ നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാം റെഡിയാക്കാം. ഞാൻ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മുംബൈയിൽ നിന്ന് എനിക്ക് ദുബായിലേക്ക് പോകേണ്ട അവസ്ഥ വരും. അല്ല, ഇനി എന്താ എനിക്ക് ഞാൻ കൊടുത്തേക്കേണ്ടത് ഇവിടുന്ന്? ഒന്നും വേണ്ട, നിങ്ങളെ കണ്ടാൽ മതി, നിങ്ങളെ കണ്ടാൽ മാത്രം മതി. ഒരിക്കൽ പോലും നിങ്ങളൊന്നും കൊടുത്തേക്കണ്ട. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കണ്ടാൽ മാത്രം മതി. നമ്മുടെ മക്കളോടൊപ്പം ഒന്ന് ജീവിച്ച് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. ശരിക്കും അതാ ഫസിലെ കരയുകയായിരുന്നു. ഫസി, കരയില്ല പൊന്നെ. നീ കരഞ്ഞാലേ നമ്മൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കും. എന്തെങ്കിലും വിഷമം ഉമ്മമാർക്ക് ഉണ്ടായില്ലേ, കുട്ടിയെ ബാധിക്കും, നിനക്കറിയില്ലേ. അതുകൊണ്ട് നീ കരയല്ലേ പെണ്ണേ. ഓടിയെത്തു കേട്ടോ. വൈകാതെ നിൻ്റെ അടുത്തേക്ക്. കരയല്ല കേട്ടോ. ശരിക്കും നവാസ് അതാ വീട്ടിൽ നിന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നി. അതവൾക്ക് വല്ലാത്തൊരു വിഷമമായി. കാണാൻ കൊതിയാവുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് റിസൾട്ട് നോക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ഇല്ലാതായി പോയല്ലോ. ഞാൻ കുറേ വിളിച്ചു, പിന്നെ ഇപ്പം എന്ത് ചെയ്യും? സാരല്ല, എന്തായാലും നമുക്ക് ഇനിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതെ സ്വാലിഹായൊരു കുട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഇനി എനിക്ക് എപ്പോഴും വിളിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. അതെന്തേക്കാ? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും. അത് ചിലപ്പം പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പിടിക്കും. ഇവിടെ ഫോണൊന്നും അലൗഡല്ല വേണേ. അതെന്തേക്കാ ഇത്രയും വലിയ ബിസിനസ്സിൻ്റെ ആളായിട്ട് ഫോൺ എടുക്കാൻ പറ്റാത്തത്? അല്ല, ഇവിടെ ഫോണെന്ന് വെച്ചാൽ ഇവിടെ മുംബൈ നഗരമാണ്, വലിയ നഗരമാണ്, ഭയങ്കര തിരക്കേറിയ ബിസിനസ്സിൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ നീയൊക്കെ കണ്ടാൽ ശരിക്കും അത്ഭുതപ്പെട്ടു. ഒരുപാട് ആളുകളും തിരക്കുമായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്ത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും പെണ്ണേ. ഇവിടെ അത്രക്കും തിരക്കുള്ളൊരു ഏരിയ ഭാഗത്താണ്. എൻ്റെ എന്തിനാ അവിടെ പോയത്? മോളെ, അത് അവിടെ പോയാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് നീ നല്ല രീതിയിൽ മക്കളെ നോക്കിയിരിക്കണം കേട്ടോ. ക്യാഷും കാര്യങ്ങളൊക്കെ അതൊക്കെ എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോണ് അടിച്ചാൽ കിട്ടൂല കേട്ടോ. ഇവിടെ പിന്നെ നെറ്റ്വർക്കും ഇല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഫോൺ ഞാൻ വിളിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ വിളിക്കും, ഇതുപോലെയൊക്കെ കേട്ടോ. അല്ലാതെ ഒരിക്കലും നീ വിഷമിക്കരുത്. നീ വിചാരിക്കണം, പഴയ കാലത്ത് കത്തിൻ്റെ ഏർപ്പാടായിരുന്നു. അതായത് മാസത്തിലൊരിക്കൽ കത്ത് അയക്കാം, അങ്ങനെ ഒരു പണിയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇനി അത്യാവശ്യമാണെങ്കിൽ ഞാൻ കത്തും അയക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ സത്യത്തിൽ എവിടെയാണ്? ഫോൺ നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത സ്ഥലത്താണോ പോയി നിൽക്കുന്നത്? ഇത്രയധികം സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്? അങ്ങനെയല്ല പെണ്ണെ, ഞാൻ പറയാം. പണ്ട് ഗൾഫിലൊക്കെ ആകുമ്പോഴേ കത്തയക്കുന്നത് എന്തിനാ? ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഞാൻ തരും. ഓക്കെ, ഞാൻ വിളിക്കും. ഓക്കെ, പിന്നെ ഒരിക്കലും വിഷമിക്കരുത്. മക്കളെ നല്ല രീതിയിൽ നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞുൻ്റെയും മിസ്രിയാൻ്റെയും കല്യാണം പെട്ടെന്ന് നടത്തി കൊടുക്കാൻ ഷാമോനോട് പറയണം. അത് പറഞ്ഞ് അതാ അയാൾ വിതുമ്പി കരഞ്ഞു. എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങൾ വന്നിട്ട് മതി കുഞ്ഞുൻ്റെ കല്യാണമൊക്കെ. അതുവരെ കാത്തു നിൽക്കാൻ അവന് ക്ഷമക്കേടൊന്നുമില്ല. നിങ്ങൾ ദയവായി ഇങ്ങോട്ട് എത്തിയാൽ മതി. കുഞ്ഞുൻ്റെ കല്യാണം കഴിയായിട്ടാണല്ലോ തിരക്ക്. അല്ല, അവന് വിവാഹപ്രായമായ ചെക്കനാണ്. ഇനിയൊരു പക്ഷേ ഞാൻ ഇവിടുന്ന് നേരെ ഗൾഫിലേക്ക് പോവുകയാണെങ്കിലോ? അപ്പോൾ 3-4 ഒക്കെ വർഷം കഴിയേണ്ടിയൊക്കെ വന്നാലോ? എൻ്റെ പൊന്നിക്ക, നിങ്ങൾ വിഷമിക്കല്ലേ. അതൊന്നുമില്ല, നിങ്ങൾ വേഗം വരി. ബിസിനസ്സൊക്കെ മതി, നമുക്ക് ജീവിതമല്ലേ വലുത്. ബിസിനസ് മതി, പണം മതി. ഇനി പണം വേണ്ടിക്ക, ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ. പിന്നെ പുത്തൻ വീട് തറവാടിൻ്റെ സ്വത്തും കാര്യങ്ങളും അതും നമുക്കുണ്ട്. ദയവായിക്ക, ഇനി ഒരിക്കലും ഒന്നും വേണ്ട, പ്ലീസ്, ഇനി ഒന്നും വേണ്ട.
നമുക്ക് നമുക്ക് നമ്മളുടേതായ ആ ഒരു ജീവിതം മാത്രം മതിക്ക. പ്ലീസ്, വേറൊന്നും വേണ്ടേക്ക, ഒന്നും വേണ്ട. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമ്മുടെ മക്കളോടൊപ്പം സൗദിയെയും കൂടെ കൂട്ടാം. അതെ, ഉമ്മയും കണ്ട് നമുക്കിവിടെ ജീവിക്കല്ലേ നല്ലത്. ഫസില, ഞാൻ വരാം, തിരിച്ചു വരും. മക്കളെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. എന്നാൽ ആ നിമിഷം അതാ രാഹുൽ. നവാസ്, ടൈം കഴിഞ്ഞിട്ടോ, ഇനി പറ്റില്ല, പെട്ടെന്ന്. നവാസ്, മതി, സ്റ്റോപ്പ് ചെയ്യൂ, മതി, ടൈം കഴിഞ്ഞു. എന്നാൽ ഫസി, എന്നാൽ ഞാൻ വെക്കട്ടെ. ഇക്ക, ഇനി നിങ്ങൾ വിളിക്കുക, പറ്റുന്നുണ്ട് വിളിക്കട്ടോ. അതേ പെണ്ണെ, ചിലപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് ചിലപ്പോൾ ദുബായിലേക്ക് പറക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഞാൻ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആയിരിക്കും കേട്ടോ, വിഷമിക്കരുത്. ഇക്ക, എനിക്കൊരു കാര്യം കൂടെ പറയാൻ. എന്നാൽ അപ്പോഴേക്കും അതാ രാഹുൽ ഫോൺ വാങ്ങി കട്ട് ചെയ്തു. മതി നവാസ്, ടൈം കഴിഞ്ഞു, ഇനി എനിക്കും നിനക്കും ഫൈന് വരും. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. എന്നാൽ നവാസ് വിതുമ്പിക്കരഞ്ഞു. രാഹുലിന് അനുവദിച്ച സമയം അവിടെ കഴിഞ്ഞിരുന്നു. അവനെ മറ്റ് ഭാഗത്തേക്ക് അവന് കയറാനുള്ള, ജോയിൻ ആകാനുള്ള സമയമായി. ആ ടൈമിന് അവിടെ ജോയിനായി സൈൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകും, അത്രയും സ്ട്രിക്റ്റാണ് അവിടെ. എന്നാൽ നവാസ് ഒരു നിമിഷം ആ നല്ല മനുഷ്യനെ ഓർത്തു. കാരണം ആ നല്ല മനുഷ്യൻ എനിക്ക് ഇത്രയധികം ഫോൺ ചെയ്യാനുള്ള, എൻ്റെ ഉമ്മയെയും എൻ്റെ ഭാര്യയെയും വിളിക്കുവാനുള്ള എല്ലാ സെറ്റപ്പും തയ്യാറാക്കിയല്ലോ. എങ്കിലും ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്. പക്ഷേ അതിനെക്കുറിച്ച് പറയുവാൻ ഒരു ചാൻസ് കിട്ടിയില്ല. അപ്പോഴേക്കും രാഹുൽ സാറ് പോയി. എന്നാൽ ഈ സമയം അതാ രാഹുൽ സാർ, അവൻ അവസ്ഥകളെല്ലാം കണ്ട് വളരെയധികം വിഷമം തോന്നി. ദൈവമേ, എങ്ങനെയെങ്കിലും ആ നിരപരാധി ഒന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷെ ഭയങ്കര സേഫ്റ്റിയാണ് ഇവിടെ. എന്തൊക്കെ തന്നെയായാലും ഇനിയും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഒന്നും കൂടെ അപേക്ഷിച്ച് കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കാമായിരുന്നു. ശരിക്കും രാഹുൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഈ സമയം നവാസ്, അവൻ വിതുമ്പി കരയുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ആ പ്രായമായ ആ പിതാവ് അങ്ങോട്ട് വന്നു. മോനെ, എന്താ ഇത്രമാത്രം കരയാൻ മാത്രം? വീട്ടുകാരൊക്കെ കുറിച്ച് കരയാണെങ്കിൽ കുറേ കരയാണ്ടാവും. ഇനിയൊക്കെ ഇത് മതിയാക്ക്, ഇനി ഇതിലേക്ക് അങ്ങോട്ട് ചേര്. എൻ്റെ ജീവിതം ഏതായാലും ഇവിടെ അങ്ങോട്ട് അലിഞ്ഞു ചേരും. ഇനി നിൻ്റെത് അതിനു മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം നീ. കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ തെറ്റ് ചെയ്ത് കയറിയതല്ലേ. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ തന്നെയായാലും എൻ്റെ മരണം ഇവിടെ നിന്നായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, കുട്ടി എങ്ങനെയെങ്കിലും മാപ്പ് അപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കണം. എൻ്റെ ജീവിതം തുടങ്ങണേ ഉള്ളൂ. തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഈ ഇനിയും ജീവിക്കണം. ഞാനൊക്കെ തെറ്റ് ചെയ്തതല്ലേ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഏതായാലും ഇതുവരെ തരണം ചെയ്തില്ലേ, സാരല്ല. പിന്നെ ജയിലിൽ പല കളികളുണ്ട്, അതെനിക്കറിയോ. എന്ത് കളി? അല്ലേ, ഇവിടെ ആവശ്യമുള്ളവർക്ക് വീടി, തീപ്പെട്ടി, ഫോണ് പലതും ഉണ്ടാവും. ആ കോൽക്ക് എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരും ഉണ്ടാവും. മയക്കുമരുന്ന് വരെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളറിയാത്ത കാര്യമാക്കണ്ട. അത് ഓരോ ടീം തന്നെ ഉണ്ട്. അത് എന്തും തല്ലും പിടിയും നായാട്ടും അതും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇതും ഉണ്ടാവും. പോലീസുമാരെ കാണുമ്പോൾ എല്ലാം കൂടി ഒളിച്ചോടലും ഒക്കെ, അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും പോലീസുമാർക്കും ഒരു ക്യാമറക്കും കണ്ടുപിടിക്കാൻ കഴിയൂല. അതൊക്കെ രഹസ്യമായിരിക്കും, പരമരഹസ്യം. എത്ര സുഖസുന്ദരമാണ് ഓരോരുത്തരോട് സിഗരറ്റൊക്കെ വലിച്ചിരിക്കണം അവിടെ. മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന എത്ര ടീമുണ്ട്. ശീലകൾക്ക് അത് ഒഴിവാക്കാൻ കഴിയൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നുമോനെ, ഞാനൊരു കാര്യം പറയാം. ഈ ജയിലിൽ എത്രയൊക്കെ തന്നെ കിടക്കേണ്ടി വന്നാലും ഒരിക്കലും ആ ടീമിൻ്റെ അടുത്തേക്ക് പോകരുത്. ആ ടീമിൻ്റെ അടുത്തേക്ക് പോയാൽ തന്നെ അഥവാ അതിൽ പെട്ടാലോ നല്ലോണം തല്ല് കിട്ടും, നല്ല ഏറും കുത്തും ഉണ്ടാവും. അങ്ങനത്തെ ജഗജില്ലികളുണ്ട് അവിടെ. കുറച്ച് പെട്ടു പോകരുതേ. ഓല് മയക്കാനും പിടിക്കാനൊക്കെ തന്നെ നോക്കും. കാണാൻ കുറച്ച് മൊഞ്ചുള്ള ആൾക്കാരെ കണ്ടാലേ ഓല് വെറുതെ വിടൊന്നുമില്ല. അന്നെപ്പോലെ തന്നെ കുറച്ച് തൊലിവെളുപ്പും തടിയൊക്കെ ഉള്ളവരെ കണ്ടാലേ ഓല് വിളിച്ചുകൊണ്ടുപോകും എന്നെ. അന്നെ കൂട്ടത്തിൽ കൂട്ടും, അത് ഉറപ്പാണ്. ആ ഒരു നോക്കിക്കോ, ആ ഒരു കാര്യം മാത്രം. അത് നോക്കിയാൽ ഓൾക്ക് നല്ല സുഖസുന്ദരമായി ഓലിപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷേ അതില്ലാത്ത ആൾക്കാരാണ് ഇതിൽ പെടുക. അപ്പോൾ മിക്കവാറും അന്നെ ഓല് കണ്ണ് വെക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ തൊലിവെളുപ്പും എൻ്റെ ഈ തടിയും എൻ്റെ ഈ ചൊറുക്കും കണ്ടാലേ ഓൾക്ക് തന്നെ ഒരു നോട്ടം ഉണ്ടാവും. പെട്ടുപോകരുതേ മോനെ, പെട്ടുപോയാൽ കുടുങ്ങി. പിന്നെ
അതിൽ നിന്ന് പിന്മാറാനും കഴിയൂല. അഥവാ പിന്മാറിയാലോ ഓരോരുത്തർ നല്ലോണം കിട്ടണ വാങ്ങും ചെയ്യും. ശരിക്കും നവാസിന് ഭയം തോന്നി. അതേ, ജയില് ഇത്രമാത്രം ഭീകരമാണോ എന്നവന് തോന്നിപ്പോയി. കാരണം ഇവിടെയുള്ള ആളുകൾ തന്നെ പോലീസുകാരെയല്ല പേടി, ഇവിടെയുള്ള ക്രിമിനൽസിനെയാണ് പേടി. പഠിച്ചോനെ റബ്ബേ, ഒരു തെറ്റിലേക്കും എന്നെ നീ കൊണ്ടുപോകല്ല. പഠിച്ചോനെ, മരിക്കുകയാണെങ്കിൽ ഈമാൻ കിട്ടി നീ മരിപ്പിച്ചു കൊണ്ടല്ല, അല്ലാതെ ഒരിക്കൽ പോലും റബ്ബേ ഒരു തെറ്റിലും എന്നെ അകപ്പെടുത്തല്ല. നവാസ് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.